നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി വിനോദസഞ്ചാര കേന്ദ്രമാണല്ലേ ഊട്ടി. ആ ഊട്ടിയിലെ ഒരു അടിപൊളി ചരിത്ര പ്രസിദ്ധമായ ഒരു അടിപൊളി ഗാർഡനാണ് കേട്ടോ ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഹായ് ചങ്ങായിമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനുള്ളത് ഊട്ടിയിലാട്ടോ. ഊട്ടിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ഗാർഡനാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. ആ ഗാർഡനും അതിൻ്റെ ചരിത്രങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഒക്കെ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ നമുക്ക് ഇവിടെ കയറാം. വൈകിട്ട് 6:30 വരെയാണ് കേട്ടോ ടൈം. ഇവിടേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് വലിയവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയും എൻട്രി ഫീസ് വരുന്നുണ്ട്. തമിഴ്നാട് സംസ്ഥാനത്തിലെ ഊട്ടിയിലാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. 1887 ട്രേഡേഴ്സ് മാർക്കിസ് നിർമ്മിച്ച ഈ ഉദ്യാനം 55 ഏക്കറിൽ പരന്നു കിടക്കുന്ന പച്ചപ്പരപ്പുള്ള മനോഹരമായ ഒന്നാണ്. പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ ഉദ്യാനം ദോഡാപേട്ട കൊടുമുടിയുടെ താഴ്ന്ന ചെരുവുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ വിരളമായ ചെടികൾ ഇവിടെ നമുക്ക് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പുല്ലുകളും ചെടികളും വളരെ ശ്രദ്ധയോടെ തന്നെ ഇവിടെ പരിപാലിക്കുന്നു. 55 ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ ഉദ്യാനത്തിനകത്തേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെറിയവർക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒന്നാണ്. അതിമനോഹരമായ രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ ഊട്ടിയിലെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങളിവിടെ എത്തിയത് അതിരാവിലെ തന്നെ ആയതുകൊണ്ട് അധികം സഞ്ചാരികളൊന്നും എത്തിയിട്ടില്ല. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെ ഇവിടെ വർക്കിംഗ് സമയമാണ്. മെയ് മാസത്തിൽ ഇവിടെ നടക്കുന്ന ഈ പുഷ്പോത്സവം അതിമനോഹരമാണ്. അതുപോലെ ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. ഈ കാണുന്നത് ഇതിനകത്തെ ഒരു പ്രധാന ആകർഷണം തന്നെയാണ്. അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ചെടികളും അതുപോലെ പല നിറത്തിലുള്ള പൂക്കളെയും നമുക്ക് ഇതിനകത്ത് ദർശിക്കാനാകും. ഇതിനകത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ അതിമനോഹരമാണ്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഗ്ലാസ് ഹൗസ്. ഈ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിതമായത് 1848 ഇതിൻ്റെ വാസ്തുശില്പി വില്യം ഗ്രഹാം മാക്വെൽ ആയിരുന്നു. ഒരു കാര്യം നിസ്സംശയം പറയാം, ഊട്ടിയിൽ വന്നിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ അത് നമുക്കൊരു മഹാനഷ്ടം തന്നെയാണ്. ഈ മനോഹരമായ ഗാർഡനിലെ ചെടികളെയും പൂക്കളെയും ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ നോക്കി നിന്നു. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 1848 സ്ഥാപിതമായതാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. 1840കളുടെ അവസാനത്തിൽ മാർക്കിസ് പ്രാരംഭ രൂപം തയ്യാറാക്കി മിതമായ നിരക്കിൽ പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതിനായി യൂറോപ്യൻ നിവാസികൾക്കിടയിൽ പ്രതിമാസം 3 രൂപ നൽകിയാണ് തോട്ടങ്ങൾ സ്ഥാപിച്ചത്. ഊട്ടകമുണ്ട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന കാലത്ത് യൂറോപ്യൻ കുടിയേറ്റക്കാരും മറ്റുള്ളവരും വിപണിയിലേക്കുള്ള പച്ചക്കറികളും ഗണ്യമായി കൃഷി നടത്തിയിരുന്നു. 2ാം യൂറോപ്യൻ റെജിമെന്റിന്റെ ക്യാപ്റ്റൻ മോളിനെക്സ് പച്ചക്കറി കൃഷി നിയന്ത്രിച്ചു. വരിക്കാർക്ക് സൗജന്യമായി പച്ചക്കറികൾ ലഭിച്ചു. എന്നാൽ ഈ ക്രമീകരണം ഫലവത്തായില്ല. 1847 തുടക്കത്തിൽ ഒരു ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും ഒരു പൊതു ഉദ്യാനവും രൂപീകരിക്കുന്നതിനായി സംഭാവനകളും സബ്സ്ക്രിപ്ഷനുകളും മുഖേന ഒരു ഫണ്ട് രൂപീകരിച്ചു. അക്കാലത്ത് ഹോർട്ടിക്കൾച്ചറിസ്റ്റുകൾ വളരെ കുറവായിരുന്നു. വിത്തുകളും തൈകളും പ്രാദേശികമായി ലഭ്യമല്ലെങ്കിലും സമീപത്തെ കാടുകളിൽ ലഭ്യമായിരുന്നു. പൊതു ഉദ്യാനം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. പച്ച പരവതാനി വിധിച്ചതുപോലുള്ള ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഭംഗി എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഏത് സമയത്തും സഞ്ചാരികളുടെ തിരക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു അടിച്ച് പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്ത് എല്ലാ സാധനവും കണ്ട് അടിപൊളിയായിട്ട് ഇറങ്ങുക. അതായത് കുട്ടികൾക്ക് ഓടി കളിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പച്ചപ്പ് വിരിച്ചതുപോലുള്ള പുല്ലുകളുണ്ട്. വ്യത്യസ്ത ഇനം ചെടികളെ കൊണ്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളും ഉണ്ടാക്കി വെച്ചതാണ് ഇത്. ഇന്ത്യൻ്റെ ഭൂപടം വരച്ചിട്ട് അതിനകത്ത് ഓരോ സംസ്ഥാനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാകണ്ട ഇത് കാണുന്ന അടിയിൽ ഒരു കൈപ്പങ്ങ പോലെ എടുക്കണല്ലേ നമ്മളെ കേരളം. ഇറ്റാലിയൻ ഗാർഡനിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റെപ്പ് കയറി ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റാലിയൻ ഗാർഡനിലേക്കാണ് എത്തുന്നത്. അതായത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണെന്ന് അവിടെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്.
ഞാനിപ്പോൾ പോയത് ഡിസംബറിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ്, ചെറുതായിട്ട് ചാറ്റൽ മഴ പോലെ മഞ്ഞിങ്ങനെ ചാറുന്നുണ്ട്. ഈ സമയത്താണ് ഞങ്ങളവിടെ പോയത്. അതുകൊണ്ട് തന്നെ അത് രാവിലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അധികം സഞ്ചാരികളൊന്നും എത്തിയിട്ടില്ല. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഫോറസ്റ്റ് പോലെയുള്ള വലിയ വലിയ മരങ്ങൾ കാണാം. ഇതിൻ്റെ മുകളിൽ പോയിട്ട് താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോഴുള്ള ഭംഗിയാണിത്. സ്റ്റൈലാണല്ലേ. അപ്പോൾ ഊട്ടി പോയാൽ മറക്കണ്ട. ബൊട്ടാണിക്കൽ ഗാർഡൻ പോയവർക്കും വീണ്ടും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പോകാത്തവർക്ക് വളരെ നല്ലൊരു അനുഭവമായിരിക്കും. നല്ല അടിപൊളി സൈറ്റാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ₹100 ടിക്കറ്റിന് കൊടുത്താലും നമുക്ക് നഷ്ടം വരില്ല. കാരണം അത്രയേറെ നമുക്ക് നടന്ന് കറങ്ങി കാണാനുണ്ട്. 55 ഏക്കറിൽ വിസ്തൃതമാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാവും. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. പോയവർക്കറിയാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് ഇത്. അവരുടെ കാലത്തുള്ള പീരങ്കിയാണിത്. ഡോണ്ട് ടച്ച്, ഫൈൻ അറസ്റ്റ് 500. നമ്മൾ ടച്ച് ചെയ്ത് ₹500 ഫൈനാണെന്ന് പറഞ്ഞത്. അയ്യോ, അറിയാതെ പാടിപ്പോലെ. എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമലാളെ. എന്താണ്, ചെടികൾ അതിമനോഹരമായി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സെൽഫി ഭ്രാന്തന്മാർക്കൊക്കെ പറ്റിയ ഇടാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. ഏതെങ്കിലും പോയാലും മൊബൈൽ കുത്തനെ പിടിച്ചിട്ട് സെൽഫി എടുക്കുന്ന ആൾക്കാരല്ലേ, അവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ഗാർഡൻ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നത്, പൊന്നാര ചങ്ങായിമാരെ, ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിന് തൊട്ടടുത്ത് കാണുന്ന ചുക്കാമണി ഒന്ന് പൊട്ടിച്ചേക്കാം. അപ്പം എന്താ വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും കേട്ടോ. പല വൃക്ഷങ്ങളുണ്ട് അവിടെ.